രാമ രാമ ജയ രാമ രാമ രാമ. ഇന്ന് ഉച്ചക്കേ കുറച്ച് തകരടല കിട്ടൂടാ, ഉപ്പേരി വെക്കാറുണ്ട്. തകരൊന്നും കിട്ടൂല മാവാ. ആടാ ഞാൻ ഒരുപാട് സ്ഥലത്ത് നോക്കി, തകരല്ലേ എവിടെയും. അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. തഴുതാമ കിട്ടും ഇവിടെ എവിടെയും. തഴുതാമ അങ്ങോട്ട് പോടത്തേക്ക് പോയി അവിടെ ഉണ്ട്. ആൾ സഞ്ചാരമുള്ളടത്ത് പറ്റില്ല, കുട്ടികൾ മൂത്രമൊഴിച്ചുണ്ടാവും. വല്ല കാട്ടിലെ തൊടിയിലൊക്കെ പോണം. അമ്മാവയ്ക്ക് മാത്രല്ലേ വേണ്ടോ, കഴിക്കാൻ പോലെ. എടാ ഈ തഴുതാമ പറയുന്ന സാധനം കാൽസ്യാണ്, കണ്ണിന് കാഴ്ച ഉണ്ടാവും. ചെറുമീനൊന്നും തിന്നണ്ട, ആൾക്കാർക്ക് അറിയേണ്ടത്. മത്തന്റെ ഇലയൊക്കെ ഉണ്ട് ഇവിടെ, പയറിന്റെ ഇലയൊക്കെ. നമ്മുടെ വളപ്പിലൊന്നുമില്ല, അപ്പുറത്തെ വീട്ടിലുണ്ട്. വേണമെങ്കിൽ അത് വേണം, ഒരു ദിവസം മത്തന്റെ ഇല, ഒരു ദിവസം പയറിന്റെ ഇലയൊക്കെ വേണം. ഇല്ലേ ഇവിടെ എന്തെങ്കിലും കാര്യം നടക്കണമെങ്കിൽ പ്ലേറ്റ് തന്നെ വേണം. വേണ്ടേ? അങ്ങനെ തന്നെയല്ലേ. നാളെ ഒരു കുറച്ച് മത്തന്റെ ഇല എവിടെ തന്നെ കിട്ടുമോ നോക്ക് കേട്ടോ. എന്തായി? മട്ടൻ വാങ്ങേണ്ടത് അമ്മാവൻ മത്തന്റെ കാര്യം പറഞ്ഞോണ്ടിരുന്ന. ഞാനൊരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഇനി എന്തെങ്കിലും സാധനം വിട്ടുപോയിട്ടുണ്ടോ നോക്ക്. ചിക്കൻ 5 കിലോ എന്തിനാണ്? എന്റെ അളിയ, ചിക്കൻ എന്ന് പറഞ്ഞാൽ ചിക്കൻ്റെ ഒരു ഇനം അല്ല ഉണ്ടാക്കണത്. ചിക്കൻ ചില്ലി, ചിക്കൻ തോരൻ, ചിക്കൻ റോസ്റ്റ്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ. ഇതിൽ ഏതാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് പറയാക്കൂല. മാത്രമല്ല തങ്ക ഇതിൽ എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിട്ട് ഉണ്ടാക്കുമല്ലോ. 2 കിലോ വാങ്ങിച്ചാ പോരെ? എന്റെ അളിയ, നീ ഇത് എന്തോന്ന്? അല്ല, അവര് 2 പേരല്ലേ വരുന്നുള്ളൂ. നമ്മളാണെങ്കിൽ ഇവിടെ ആരും കഴിക്കുന്നു. അതെ അതെ, ഒരു കാര്യം ചെയ്യും, നമുക്കിതെല്ലാം 1 കിലോ ആയിട്ട് വാങ്ങിക്കാം. ആരെങ്കിലും ഒരാളെ വരാൻ പറ. എന്തോ നളിയാ ഇത്. എന്നാ പോട്ടെ. പിന്നെ ഹോർലിക്സ് എന്തിനാണ്? എന്തിനാ ഹോർലിക്സ്? ഹോർലിക്സ് എനിക്ക് കലക്കി കുടിക്കാൻ. ഒരു വിരുന്നുകാരും ഒരു പയ്യനും പെണ്ണും കല്യാണം കഴിഞ്ഞവർ വരുന്നവരാണ്. അവർക്ക് നമ്മൾ വന്ന ഉടനെ കൊടുക്കേണ്ടത് എന്താണ്? ഹോർലിക്സ്. അതുപോലെ അവർ തിരിച്ചു പോകുമ്പോഴും അത് തന്നെ കൊടുക്കണം. എടാ ഈ ചായയും അങ്ങനത്തെ വെള്ളമൊക്കെ ഇവിടെ കൊടുക്കില്ലേ? ഈ ഭക്ഷണം മാത്രമല്ല അവിടെ വേണ്ടു. അത് പാടില്ല, അങ്ങനെ ഒരു വേർതിരും അത് വേണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് കൊടുക്കുമ്പോൾ പിന്നെ ബാക്കി ഇവിടെ കൊടുത്താൽ പോരെ. അത് വേണ്ട, സൽക്കാരമല്ല അവിടെ. അതെ, എന്തിനാ ഈ ചായപ്പൊടി 1 കിലോ എഴുതിയിരിക്കുന്നു? ചായപ്പൊടി 1 കിലോ ചായ? ഓ, അത് 1/2 കിലോ ആണ്. 1 കിലോ അത് മാറി എഴുതിയത്. 1/2 കിലോ മതി. അത് ശരി, നോക്കട്ടെ. ഇതിൽ എന്താ കുരുമുളക് പൊടി 1/2 കിലോനോ? 500 ഗ്രാം എഴുതിയേക്കണ്. ബീഫ് ഒലത്താൻ. കുരുമുളകിനൊക്കെ എന്താ വില എന്ന് കരുതി നീ? കുരുമുളകിന് വിലയുണ്ടാവും, നമുക്ക് അവരുടെ മുമ്പിൽ ഒരു വിലനില ഉണ്ടാക്കണ്ടേ. അതെന്താ അറിയോ, 500 എഴുതിയത് ഒരു 0 വെട്ടിയാ 50. ഓ ശരി, 50 ഗ്രാം ആവും തങ്ക എഴുതിണ്ടാവും. ഓ എടാ, നീ ഒരു കാര്യം ചെയ്യ്, നീ അവരെ വിളിച്ച് വരണ്ടാന്ന് പറയലിയാ. എന്തിനു ഇങ്ങനെ ദാരിദ്ര്യം കാണിക്കണേ? ഇത് കൊടുക്കുമ്പോൾ അന്തസ്സായിട്ട് കൊടുക്കണം. അതെ, ഒരു കാര്യം ഞാൻ പറയാം, അവർ വന്നു കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ ഇതൊക്കെ കൊടുത്ത ഒരു അന്തസ്സ് ഉണ്ടാവണം നിങ്ങൾക്ക് തന്നെ, അല്ലാതെ എനിക്കല്ല. ഞാൻ ഓരോ ഇനം വിളമ്പുമ്പോഴും ഞാൻ പറയും, ഇത് കനകം പറഞ്ഞിട്ടുണ്ടാക്കിയതാ, ഇത് തങ്കം പറഞ്ഞിട്ട് തങ്കത്തിന് ഭയങ്കര നിർബന്ധമായിരുന്നു, ഇത് ജമന്തിക്ക് ഇഷ്ടപ്പെട്ടതാ, ഇത് അമ്മ പറഞ്ഞിട്ടാ എന്നൊക്കെ പറഞ്ഞൂടെ. ഇതിപ്പോ ഒരു കല്യാണത്തിനുള്ള ലിസ്റ്റ് ഉണ്ടല്ലോ. നീ ഇതിന്റെ പേരും പറഞ്ഞ് വീട്ടിലെ സാധനങ്ങൾ മൊത്തം വാങ്ങിക്കാനുള്ള പരിപാടിയാണോ? ഒരുമാതിരി ചൊറിയണ വർത്താനം പറയരുത് കനക കേട്ടാ. അല്ല പറയൂ, ഞാൻ വിട്ട് ഇഷ്ടം പോലെ. പിന്നെന്തോന്ന്? അല്ല ഇതേ ഞങ്ങൾ വാങ്ങി കൊടുത്തു തന്നാ മതി അതോ? മതി. എന്നാ പിന്നെ നിങ്ങൾ വാങ്ങി ഇവിടെ വേവിച്ച് നിങ്ങൾ തന്നെ അതെല്ലാം വിളമ്പിക്കോ. അവൻ തന്നെ കൊടുക്ക്, നീ മേടിച്ചോ. ഇതൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ മതി. എന്ത് കാര്യം പറഞ്ഞാലും ഒരു വിശ്വാസം കുറവാ. എത്ര രൂപ വേണ്ടി വരും പറ? രൂപ ഇപ്പൊ ഇതിന് എല്ലാം കൂടെ നോക്കിയാ അധികം ഒന്നും ആവൂല. ഒരു 2500 അത്രേ വരുള്ളൂ. ചിക്കന് വില കുറഞ്ഞല്ലോ, നിയമൊക്കെ വന്നത് അറിഞ്ഞില്ലേ? ചിക്കന് വില കുറഞ്ഞു, പക്ഷെ ഇവിടെ ചെല്ലുമ്പോ അവിടെ GST ഉണ്ട്, ഇവിടെ GST ഉണ്ട്. വാങ്ങുന്നവർക്ക് GST എന്ന് പറഞ്ഞ് ഒരു 100 GST. 2500 രൂപയുടെ പരിപാടി ഒന്നും വേണ്ടടാ, 2 പേരല്ലേ വരുന്നുള്ളൂ. ഒരു കാര്യം എന്റെ ഫോണിളിയാ, നീ പോയി അതിന്റെ വെച്ചാ ചെയ്യളിയാ. എനിക്ക് 100 കാര്യങ്ങൾ വേറെ കിടക്കണതിന്റെ ഇടയിൽ ഒരു സഹായം ചെയ്യണതാ ഞാൻ. ശരി, നമുക്ക് 2000 ഒതുക്കാം. 2000 രൂപ കേട്ടോ. 2000 കുഴപ്പമില്ല, എനിക്കറിഞ്ഞൂടാ എന്റെ സ്വഭാവം. അത് മേടിച്ചോ. അമ്മ എന്താ ഉദ്ദേശിക്കണേ? അല്ല ഞാൻ പറയുകയാണെങ്കിൽ അല്ല മാവാ, എന്റെ കൂട്ടത്തില് ചെറിയ. പക്ഷെ അത് ഈ മാസം വേണ്ട. അമ്മാവനല്ലേ വേണ്ടായുള്ളൂ, എനിക്ക് കുഴപ്പമില്ല. കാശ് ഒരുവിധം എല്ലാം കവർ ചെയ്ത് ചേച്ചി. നീ ഇതൂടെ ഉള്ളു ലാസ്റ്റ്, കാരണം നാളെ പോവല്ലേ. നാളെ പോണോ? വൈകുന്നേരം 7:30 അല്ലേ ഏട്ടാ? അപ്പൊ നല്ല വീട്ടിലൊക്കെ എല്ലായിടത്തും പോയോ? വീടുകളെല്ലാം കവർ ചെയ്തു, കാരണന്മാരെല്ലാരും പോയി കണ്ടു. ഇനിയിപ്പോ ഹണിമൂണൊക്കെ അങ്ങ് ചെന്നിട്ടാ മാത്രം.
അതെ മലേഷ്യയിൽ ശരിക്കും എന്താ ബിസിനസ്? ബിസിനസ് ആണ്, റെസ്റ്റോറന്റ് ആണ്. നമുക്ക് 3 റെസ്റ്റോറന്റ് ഉണ്ട്. രണ്ടെണ്ണം നടത്തുന്ന അവരുണ്ട്. റെസ്റ്റോറന്റ് ഓണർ തന്നെ. അതൊക്കെ ഭാഗ്യം വരണ വഴിയാണ്. ഇവളുടെ അച്ഛൻ എപ്പോഴും എന്നെ ഫോൺ ചെയ്ത് ഇങ്ങനെ പറയും, ഇവളുടെ കല്യാണം കഴിഞ്ഞില്ലല്ലോ, ഞാൻ ഇനി എന്താ ചെയ്യാ? കാരണം അനിയത്തിയോടെ കല്യാണം കഴിഞ്ഞു, ചൊവ്വാദോഷമായിട്ട് ഇങ്ങനെ മുടങ്ങി നിൽക്കുക. വൈകി എന്താ പോയി ഇത്രയും നല്ലൊരു പയ്യനെ കിട്ടാനാണ്, അതാണ് യോഗം. ശരിക്കും നല്ല, എനിക്ക് ഇപ്പോഴാണ് അതിന്റെ ഒരു ഭാഗ്യം വന്നത്. അതെ ഏട്ടാ, ഈ പറഞ്ഞ അമ്മാവൻ കല്യാണം കഴിച്ചിട്ടില്ല കേട്ടോ. അത് എന്റെ പോലത്തെ പ്രശ്നം തന്നെ, ചൊവ്വാദോഷ. അല്ല ചൊവ്വാദോഷൊക്കെയാണ്, ഇനിയിപ്പോ എന്താന്ന് പറയാൻ പറ്റില്ല. ശരിയാണ്. പുള്ളി മലേഷ്യയിൽ പെണ്ണെന്ന് കിട്ടാണ്ട് ഇറങ്ങി തിരിഞ്ഞിട്ടപ്പോ ഇവിടെ വന്നു. അമ്മാവനെ ഇവിടെ അങ്ങോട്ട് വിടാനാ? അതുകൊണ്ട് ഞങ്ങൾ അമ്മാവനെ അങ്ങ് കൊണ്ടുപോയി. വേണ്ട വേണ്ട, ഞങ്ങളൊക്കെ അങ്ങോട്ട് വരൂ കേട്ടോ മലേഷ്യക്ക്. എല്ലാരും വായോ, എല്ലാരും പോരെ. ആര് വന്നില്ലേലും ഇവള് വരും, കാരണം അവൾക്ക് പാസ്പോർട്ട് ഒന്നും ഇല്ലല്ലോ. എന്റെ ക്ലീറ്റ് ഇതേപോലെ കുറെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അല്ല അത് ചിലപ്പോ ശരിയാവും, കാരണം ക്ലീറ്റോനും ഇല്ല പാസ്പോർട്ട്. അതുകൊണ്ട് അവൻ വരും. ലണ്ടനും അമേരിക്കയും ജർമ്മനിയിലൊക്കെയാണ് അവന്റെ പര്യടനങ്ങളെ, ഈ പാർട്ടി പരിപാടിക്ക് പോണതേ. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഈ ബോംബെ, ചെന്നൈ, ബോംബെ, ചെന്നൈ ഒക്കെ. ഈ ചേച്ചി എല്ലാരോടും ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ചേച്ചി വിഷമിക്കണ്ട ചേച്ചി, ഇതിനൊക്കെ നമുക്ക് തിരിച്ചടിക്കാം. അല്ല അവൾക്കറിയാം, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അമേരിക്ക പോലെ ഈ അടുത്തുള്ള രാജ്യമൊന്നും അല്ലല്ലോ ചെന്നൈ, ബോംബെ ഒക്കെ. അപ്പൊ അതാണ് അവള് പറഞ്ഞത്. കൊറേ പണിയുണ്ട്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ കേട്ടോ. ശരി, ഇരിക്കാം. നീ പിന്നോട് പോണേ? എന്തേ? അവനത് വൃത്തിയായിട്ട് ചെയ്തോളൂ, അതിന്റെ ഇടയിൽ കൂടെ പോയിട്ട് വരകാന്ന് കണ്ട. അതിന് ക്ലീറ്റോ അല്ലല്ലോ അടുക്കള പണി ചെയ്യണേ, ഞാനല്ലേ? അല്ല നീ ചെന്നോ, നീ അങ്ങോട്ട് ചെല്ലല്ലോ, കാരണം ഇവിടെ ഇനി നീ വല്ല വെട്ടി തരം വിളിച്ചു പറയും. ഞാൻ കഴിച്ചു. എന്റെ കർത്താവേ, എന്ത് ഇതുപോലെ വിരുന്നുകാർ വന്നെങ്കിൽ എന്റെ കാര്യം പട്ടിണിയില്ലാതെ അങ്ങ് പോയേനെ. അളിയോ, ഇതാണ് ആകെയുള്ള അളിയ. ഞാൻ കണ്ടിട്ടുണ്ട് കല്യാണത്തിന്. ഓർക്കണുണ്ടോ കല്യാണത്തിന് MLA-യുടെ തൊട്ടടുത്ത് നിന്ന് വെള്ളയൊക്കെ ഇട്ട് ഫോട്ടോ എടുത്ത? ഞാനായിരുന്നു. ചേട്ടൻ നല്ല പിടിപാടാണ് കേട്ടോ. പിന്നെ എന്നാണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്ന കേട്ടോ. അതെ, 2 ദിവസം കാണുമല്ലോ. ഇല്ല, ഞങ്ങള് നാളെ പോയി. നാളെ പോകുന്ന? അല്ലമ്മ, അമ്മ പറഞ്ഞില്ലേ ഇവര് 2 ദിവസം ഇവിടെ നിൽക്കാൻ കാണുന്നു. അവർക്ക് വിസ എല്ലാം റെഡിയായി. അതെയാ? അതെ, എന്തായി അവിടെ കഴിക്കാം? അല്ല, അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടല്ലേ ഇങ്ങോട്ട് പോന്നേ. എന്റെ പൊന്നു മോളെ, വിളമ്പട്ട എല്ലാം വിളമ്പി ഞാൻ വെച്ചിട്ടാ ഇങ്ങോട്ട് പോന്നെ. പിന്നെ വേണ്ട, നിനക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ തോരൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചമ്മണ്ട ജവന്തി പറയും നിനക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണെന്ന്. അതൊരു മോൻ ഇഷ്ടപ്പെട്ട ബീഫ് പൊലത്തിയത്, ബീഫിന്റെ ആളാ, അതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മട്ടനുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, കൊഞ്ച്, അമ്മയുടെ കരിമീൻ പൊള്ളിച്ചതുണ്ട്. ഉണ്ടാക്കിയ സാധനങ്ങൾ മുഴുവൻ ഇവരോട് പറയേണ്ട കാര്യമില്ലല്ലോ, കഴിക്കാൻ പോവല്ലേ? നിങ്ങൾ ഇവിടെ ഇരുന്ന് കഥ പറഞ്ഞോണ്ടിരുന്ന പിന്നെ ഞാൻ അവരെ വിളിക്കും. അല്ല മാവാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് കർക്കിടക മാസം അല്ലേ, രാമായണ മാസം, എന്നിട്ട് നിങ്ങളുടെ ഇറച്ചി മീനൊക്കെ കഴിക്കൂ? പിന്നെ അല്ല, ഇവരൊന്നും കഴിക്കൂല, ഞാൻ കഴിക്കില്ല. ഞങ്ങള് വ്രതത്തിലാണ്. ഞങ്ങള് വ്രതത്തിലാണ്, ഞങ്ങള് കഴിക്കില്ല, ഇറച്ചി മീനും ഒന്നും നമ്മള് കഴിക്കില്ല. അല്ല വിഷമിക്കണ്ട, കർക്കിടക കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് കർക്കിടക കഞ്ഞി കുടിക്കാം. എന്നാൽ ഈ പിള്ളേർ എന്തൊരു ചതിയാടിയാ നമ്മളോട് ചെയ്ത്. ഈ 2500 രൂപയ്ക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്നോട് ഞാൻ എന്താ പറഞ്ഞത്? ഇത്തരം സാധനം പൈസ കൊടുത്തൊരു സാധനങ്ങൾ വാങ്ങിക്കണമെന്ന് പറഞ്ഞാ? ഇപ്പൊ ഇവരിങ്ങനെ വ്രതത്തിലാവുന്നു ഞാൻ അറിഞ്ഞോളിയാ. ഇനിയിപ്പോ എന്ത് ചെയ്യുന്നില്ല. ഇനിയിപ്പോ ഒന്നും ചെയ്യാനൊന്നുമില്ല. നിനക്ക് ഏതായാലും ഒരാഴ്ചത്തേക്കുള്ള കോളുണ്ട്, വെച്ചങ്ങ് കയറ്റി. Aliyan versus Aliyan.